$16 മില്യൺ ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു രാജ്യദ്രോഹിയാണ് കേജ്രിവാൾ എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം ഒരു വശത്ത് നടക്കുകയാണ്. യഥാർത്ഥത്തിൽ നേരത്തെ ഹേമന്ത് സോറനെയൊക്കെ പോലെ കേജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം അങ്ങ് രാജിവെച്ചേക്കും ഈ കേസിലേക്ക് വരുമ്പോൾ എന്നാണ് BJP പ്രതീക്ഷിച്ചത്. അത് സംഭവിച്ചില്ല. രണ്ടാമത്തെ കാര്യം, ഈ സഞ്ജയ് സിംഗിന് ജാമ്യം കൊടുത്ത ഘട്ടത്തിൽ ആ വിധിയിൽ തന്നെ കോടതി വളരെ വിശദമായ വിധിയാണ്. ആ വിധിയിൽ തന്നെ പറയുന്നുണ്ട് ഈ കേസിന് തെളിവുകളുടെ പിൻബലമില്ല എന്ന്. അപ്പോൾ കേജ്രിവാളിന് ജാമ്യം കൊടുക്കുമ്പോൾ ആ തരത്തിലൊരു ശക്തമായ പരാമർശം സുപ്രീം കോടതിയിൽ നിന്ന് വന്നാലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. ജാമ്യം ലഭിക്കുകയും ഈ തരത്തിലുള്ളൊരു കേന്ദ്രത്തിനെതിരായ വിമർശനം വരികയും കൂടി രണ്ട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലുള്ള ആശങ്ക വലിയ രീതിയിലാണ്. അപ്പോൾ ആ രാഷ്ട്രീയ ആഘാതം ഭയന്നുകൊണ്ടാണ് കാര്യങ്ങൾ വേഗത്തിൽ നീങ്ങുന്നത്. ഇന്നത്തെ ഒരു പ്രത്യേക സത്യവാങ്മൂലവും നാളത്തെ കുറ്റപത്രവും അതാണ് സൂചിപ്പിക്കുന്നത്, പുറത്തിറങ്ങരുതെന്നുള്ളതാണ്. പക്ഷേ കോടതി കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. അതിന്മേൽ ഉറച്ചു നിൽക്കുമെങ്കിൽ.